ഹലോ മച്ചാമാരെ, അങ്ങനെ അതിന് ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ കയറി ഒരു ഫാൻസി കടയിലാണ്. ഫാൻസി കടയിൽ കയറി വേറൊന്നും കണ്ടല്ല, എനിക്കൊരു ബൊക്ക ഓർഡർ ഉണ്ടായിരുന്നു. ആ ബൊക്കയ്ക്ക് വേണ്ടി കുറച്ച് ഫാൻസി ഐറ്റംസ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. അതൊക്കെ എടുത്ത് നമ്മളങ്ങ് ഇറങ്ങി നേരെ പിന്നെ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകത്തില്ല, അത് വേറൊരു കാര്യമാണ്. ഞാൻ നേരെ വന്ന് ഇവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നല്ലേ. അതെ, ഞാൻ 7:15 വരെയാണ്, 8:30 വരെയാണ് ഞാൻ ഇവിടെ നിന്നത്. കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനെ നോക്കി നിൽക്കണം. അവൻ അവിടെ വർക്ക് ചെയ്യണം ബേക്കറിയിൽ. അപ്പോൾ അവനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഈ ഒന്നര മണിക്കൂർ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു കപ്പലണ്ടിയൊക്കെ വാങ്ങി തിന്നുകൊണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് അവൻ വരുന്നില്ല, ബോറടിക്കുന്നുണ്ട്, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഫോണിലും കളിച്ചങ്ങ് നിന്നു. അങ്ങനെ 8:30 ആയപ്പോഴത്തേക്കിന് അവൻ ഇറങ്ങി വന്നു ഗൈസ്. അതാണ് ഇവൻ. അങ്ങനെ ഞങ്ങൾ നേരെ പോയതൊരു ഫോൺ കടയിലോട്ടാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോകുന്നവനൊരു ഫോൺ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് കൂടെ പോയേക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ നേരെ കയറിയത് 10,000 ദുബായ് മൊബൈൽസിലാണ്. അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും അവിടെ നട്ട ഫോൺ എടുത്തത്. അങ്ങനെ നമ്മൾ ഫോണൊക്കെ നോക്കി. iPhone 15, 16, 14 എല്ലാം നമ്മളങ്ങ് നോക്കി കേട്ടോ. EMI കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കിയിട്ട് നമ്മൾ നേരെ ഷോപ്പിൽ നിന്ന് അങ്ങ് ഇറങ്ങി. നമ്മൾ ഉടനെ തന്നെ ഫോൺ എടുക്കുന്നതായിരിക്കും നമ്മളെ ചെറുക്കൻ, പേടിക്കൊന്നും വേണ്ട. ആ വീഡിയോ നമ്മൾ വേറെ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയ ഒരു പാരീസ് വെഡിങ്ങിന് മുമ്പിൽ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മളെ സ്വന്തം ബേക്കറിയിലേക്കാണ്. എന്തിനായിരുന്നല്ലേ, ചുമ്മാ പോയേക്കാൻ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ ഭയങ്കര ഐശ്വര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ കയറി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കറണ്ട് അങ്ങ് പോയി. പിന്നെ കറണ്ട് വന്നപ്പോഴത്തേ ഞങ്ങളെ മുമ്പിൽ 2 ഷവർമ്മ പ്ലേറ്റ് അല്ല കേട്ടോ, ഷവർമ്മ. നമ്മളതൊക്കെ കഴിച്ചു, ബില്ലൊക്കെ അടച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 9:45, 10 മണി അടുപ്പിച്ചായി. ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മുടെ നാട്ടിൽ പിന്നെ 7 മണിയാകുമ്പോഴേ ബസ് സ്റ്റാൻഡൊക്കെ അടച്ചു പൂട്ടും. മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.